ഈ കേസിൽ പുനരന്വേഷണം വേണമെന്ന് കൊല്ലപ്പെട്ട ഷഹീറിന്റെ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. മകന്റെ മരണത്തിന് പിന്നാലെ ധനസഹായം വാഗ്ദാനം ചെയ്ത് ആരും സമീപിച്ചിട്ടില്ലെന്നും കുടുംബം വ്യക്തമാക്കി. പുറത്ത് വന്നിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ട്. ഇതൊരു ചേസിംഗ് നടത്തി അപകടത്തിൽപ്പെട്ടതാണ് എന്ന തരത്തിലൊക്കെയാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. ഇതിനകത്ത് മറ്റെന്തെങ്കിലും സംശയങ്ങൾ കുടുംബത്തിനുണ്ടോ? സംശയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല സംശയങ്ങളുമാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ പലതരത്തിലുള്ള വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. മലപ്പുറം SP സുജിത് ദാസിൻ്റെ ഇതിനെതിരെ ആരോപണം വരുന്നുണ്ടായിരുന്നു. ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നൊക്കെ. അത്തരം വെളിപ്പെടുത്തലാണോ കുടുംബത്തിന് സംശയങ്ങൾ ഉണ്ടാക്കുന്നത്? അത് തന്നെയാണ് ഇപ്പോൾ സംശയം തോന്നുന്നത്. ഇപ്പോൾ 3 വർഷത്തിൻ്റെ മുകളിലായി. ഇതുവരെ അതിന് ഒരു തീർപ്പ് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയാനുള്ളൊരു മനസ്സ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. സ്വർണ്ണക്കടത്ത് സംഘത്തിൽ ആരെങ്കിലും ഒക്കെ വന്നിരുന്നോ? ഇല്ലല്ല, അങ്ങനെ ആരും വന്നില്ല. എന്തെങ്കിലും സഹായങ്ങളോ വാഗ്ദാനം? ഇല്ലല്ല, അങ്ങനെ ആരും ഇല്ലല്ല. ആരും ഇതുവരെ എത്തിയിട്ടില്ല, വന്നിട്ടുമില്ല. പുതിയ അന്വേഷണം വേണമെന്നാണ്, പുനരന്വേഷണം വേണമെന്നാണോ? പുനരന്വേഷണം വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്തായാലും ഇക്കാര്യത്തിൽ പുനരന്വേഷണം ആണോ കുടുംബത്തിൻ്റെ ആവശ്യം? പുനരന്വേഷണം വേണം തന്നെ ആവശ്യം. ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ? ഇവിടെ ആരും വന്നിട്ടില്ല. ഇവിടെ ആരും അങ്ങനെ വന്നിട്ടില്ല. നല്ലപോലെ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. എന്താ അതിൻ്റെ ബാക്കിൽ സംഭവിച്ചിരിക്കണമെന്ന് നമുക്കറിയില്ല. കേസ് അട്ടിമറിച്ചെന്ന ആരോപണത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് മരിച്ച അസൈനാറിന്റെ കുടുംബം മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. ഇപ്പോൾ 3 വർഷമായിട്ട് ഇതിൻ്റെ അന്വേഷണം പൂർത്തിയായിട്ടില്ല, കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ഇത്രയും വൈകുന്നത്? എന്താണ് കുടുംബത്തിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സംശയങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾക്കിപ്പോൾ അതൊരു തെളിവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ മരണപ്പെട്ടു പോയ ആളെ മൊബൈൽ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടുമ്പോഴേ നമുക്ക് ഈ ആൾ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ, അതിൻ്റെ പിന്നിലുള്ളോ എന്താണെന്ന് നമുക്ക് അറിയുള്ളൂ. ഇപ്പോൾ ഇതിൽ ഈ ഒപ്പം പിടിച്ച 15 പേരുണ്ടായിരുന്നു. ആ ആൾക്കാരൊക്കെ ജാമ്യത്തിൽ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതിൻ്റെ അന്വേഷണം നടക്കാത്തതുകൊണ്ടും ഇതുമാണ് ഈ ആൾക്കാർക്കൊക്കെ ജാമ്യം കിട്ടി ഇറങ്ങിപ്പോയത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് എന്താണെന്ന് അറിയണില്ല നമുക്ക്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊന്ന് അന്വേഷിക്കണം. ഗവൺമെൻറ് മുന്നിറങ്ങിയിട്ട് ഇത് അന്വേഷണം നടത്തിയിട്ട്. ചിലർ പറയുന്നതിനകത്ത് ഈ സ്വർണ്ണക്കടത്ത് സംഘം ഈ മരണപ്പെട്ട കുടുംബത്തിനെ സമീപിച്ചു, സഹായിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ളൊരു വിവരമുണ്ട്. എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? അങ്ങനെ പറയണ ഞാനും കേൾക്കുന്നുണ്ട്. പുറത്തുള്ളവർക്ക് അങ്ങനെ സമീപിച്ചുകൂടുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളായിട്ട് അന്ന് അങ്ങനെ സമീപിച്ചിട്ടില്ല. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഗൾഫിലുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മരണപ്പെട്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടോന്ന് ഉള്ളത് അറിയില്ല. ഒക്കെ അന്വേഷിക്കട്ടെ. അങ്ങനെ കേട്ടിട്ടുണ്ടോ സമീപിച്ചതായിട്ട്? അങ്ങനെ കേട്ടിട്ട് അങ്ങനെ പുറത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളായിട്ട് അങ്ങനെ ആരും സമീപിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. വ്യക്തമായിട്ട് അറിയില്ല. ഞങ്ങൾ കൂടുതൽ ഇതിനെ പറ്റിയിട്ട് വീട്ടിൽ സംസാരിക്കലില്ല. നിങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല? എന്തൊരു കുറ്റം ചെയ്താലും നമ്മൾ നീതി ലഭിക്കണമല്ലോ നമുക്ക്. ഏത് കുറ്റവാളിക്കും ഒരു നീതി ഉണ്ടല്ലോ, അത് ഉണ്ടായിട്ടില്ല. അതിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയണം. അത് ഗവൺമെൻറ്റിൻ്റെയും കൂടി ഉത്തരവാദിത്തമാണത്. ഒറ്റ കാര്യം കൂടി, ഇങ്ങനെ ഈ അന്വേഷണം വൈകുന്ന, കുറ്റപത്രം വൈകുന്നതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും ആരുടെയെങ്കിലും സ്വാധീനമുണ്ടെന്ന് സംശയിക്കുന്നുണ്ടോ? നമുക്ക് തെളിവില്ലാതെ നമ്മൾ സംശയിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിന് തെളിവ് വേണം. അപ്പോൾ ഇതൊക്കെ അന്വേഷണം നടന്നാലേ നമുക്കിതിൻ്റെ പിന്നിൽ എന്താണെന്ന് അറിയുള്ളൂ. അന്വേഷണം നടക്കട്ടെ. ഒരു പുനരന്വേഷണം വേണം തന്നെയാണ് നമ്മുടെ ആവശ്യം.